ഹായ്. നമുക്കിനി അടുത്ത ഒരു ആസനം പഠിക്കാനോട്ട് പോയാലോ? നമ്മൾ കഴിഞ്ഞ ഇതില് ഉഷ്ട്രാസനം പഠിച്ചു. അടുത്തൊരെണ്ണം മെന്റലിസത്തിലൂടെ നമ്മൾ ആസനം പരിചയപ്പെടാൻ പോവുകയാണ്. അതിന് നമുക്കൊരു മെന്റലിസത്തിന്റെ സപ്പോർട്ട് ചെയ്താലോ? ഇതിപ്പോ എന്റെ കയ്യിൽ 2 ബോട്ടിലുണ്ട്. ഒരു ബോട്ടിൽ എവിടെയുടെ കണ്ടുപിടിച്ചിട്ട് വരട്ടെ. കിട്ടി കിട്ടി കിട്ടി. കുഞ്ഞു ബോട്ടിൽ, നിങ്ങളെ പോലെയുള്ള കുഞ്ഞു സുന്ദരമായൊരു ബോട്ടിൽ അല്ലേ? ആ ചേച്ചിയുടെ അത്രയുള്ള വലിയ ബോട്ടിലും ഉണ്ട്, ഗൗരിയുടെയൊക്കെ പോലെയുള്ള കുഞ്ഞു ബോട്ടിലുണ്ട്. 2 സൈസിലുള്ള ബോട്ടിൽസ് ഉണ്ട്. അതിന്റെ കൂടെ ഇതെന്താണ്? ഡൈസ് ഉണ്ട്. ഡൈസിന് എത്ര സൈഡ് ഉണ്ട്? 6 സൈസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ 1 മുതൽ 20 വരെ നമ്പർ ഇട്ട് മെന്റലിസം ചാർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ? ഈ മെന്റലിസം ചാർട്ടിൽ ഒന്നാമത്തത് സർവാംഗാസനം, രണ്ടാമത്തത് ധനുരാസനം, മൂന്നാമത്തത് മകരാസനം, 4 വൃക്ഷാസനം, 5 താടാസനം, 6 ചക്രാസനം. അപ്പം 6 സൈഡിൽ ഒന്നാമത്തെ സൈഡാണ് വീഴുന്നതെങ്കിൽ സർവാംഗാസനം, രണ്ടാമത്തെ സൈഡ് ധനുരാസനം. അങ്ങനെ നമുക്ക് 6 സൈഡിനും 6 ആസനമാണെന്ന് ചിന്തിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇതെന്ന് പറഞ്ഞാൽ, ഒരു ബോട്ടിൽ വെച്ചു. നിങ്ങളിപ്പോ 5 പേരുണ്ട്. നിങ്ങൾ 5 പേരും ചേർന്ന് ഈ 6 ആസനത്തിൽ ഒരു ആസനം നിങ്ങൾ ചൂസ് ചെയ്തോ. എന്നിട്ട് ആ ആസനം എന്നോട് പറയണ്ട, ആ നമ്പർ ഏതാണോ ആ നമ്പർ മുകളിൽ വരുന്ന രീതിയിൽ ഇട്ട് അടച്ച് എന്നെ ഏൽപ്പിക്കണം. ഞാൻ കാണരുത്. ഓക്കെ, തെറ്റരുത്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണതും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ പ്രഡിക്ഷൻ തെറ്റിപ്പോവും. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഡയസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 5 പേരും തമ്മിൽ ചർച്ച ചെയ്ത് ഇതിൽ നേരെ ആസനം ഒന്ന് വന്ന് നോക്ക്. എല്ലാരും ആസനം പോയി നോക്ക്. 1 മുതൽ 6 വരെയുള്ള ആസനങ്ങൾ നോക്കുക. അതിൽ ഏത് ആസനം, ഞാൻ തിരിഞ്ഞു വയ്ക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. 1 മുതൽ 6 വരെയുള്ള ആസനങ്ങളിൽ ഏത് ആസനം ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ തോന്നുന്നു, ആ ആസനം എന്നോട് പറയണ്ട. ആ നമ്പർ മൈൻഡിൽ വെച്ചിട്ട് തിരികെ വന്ന് അടച്ചു കഴിഞ്ഞോ? ഞാൻ ഒളിഞ്ഞു നോക്കില്ല, കള്ളത്തരം കാണിക്കില്ല. അപ്പോ ഇതിനകത്തുള്ള ഏത് ഇതാണെന്ന് എനിക്ക് അറിയാൻ പറ്റൂ. നിങ്ങൾ അടച്ചു വെച്ചു, ഞാനിത് ഒന്നും കൂടെ ഇട്ട് അടച്ചു വെച്ചു. അല്ല, അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ഒരു ബോട്ടിൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വേറൊരു ബോട്ടിൽ അടയ്ക്കും. എനിക്കും കുറച്ച് വാശിയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും മൈൻഡിൽ ഇപ്പൊ ആ നമ്പർ ഉണ്ട്. ഞാനൊന്ന് റീഡ് ചെയ്യട്ടെ. ആർദ്ര, നിങ്ങളെ കണ്ണുകൾ എനിക്ക് ആ നമ്പർ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ആ ആസനം നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിട്ട് പണി തന്നല്ലോ, 8ന്റെ പണി തന്നല്ലോ. നിങ്ങൾ കരുതിക്കൂട്ടിയാണല്ലേ? എങ്കിൽ പിന്നെ ഞാനും തോക്കാൻ തയ്യാറല്ല. ഞാൻ ചെയ്ത് കാണിക്കട്ടെ അതേതാണെന്ന്. യോഗ മേറ്റ് വേണമായിരുന്നു. തൽക്കാലം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യും. കറക്റ്റ് ആണോ? തന്നെ കറക്റ്റ് തന്നെ. 6 6 പോയി നോക്കിയേ, 6ൽ ഏതാണ് കിടക്കണേന്ന്? ചക്രാസന. ഉറപ്പാണേ? ഗൗരിക്ക് വേറെ നമ്പർ ഉണ്ടായിരുന്ന മനസ്സിൽ? നിങ്ങൾ ഗൗരിയോട് പറഞ്ഞില്ലേ അതാണെന്ന്? പക്ഷെ ഞാൻ ഗൗരിയുടെ മൈൻഡ് റീഡ് ചെയ്യപ്പോ ഞാൻ ഇതാണല്ലോ ഞാൻ കണ്ടത്. നമ്പർ അതാണ് പറഞ്ഞ പിക്ചർ. അതാണ് കറക്റ്റ്. എത്രയായിരുന്നു നമ്പര് മനസ്സിൽ? 6. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ യോഗ മെന്റലിസത്തിലൂടെ നമ്മൾ ചക്രാസനം നോക്കിയില്ലേ? ഇനി നമുക്ക് അപ്പൊ നമ്മൾ ചക്രാസനത്തിന്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ഒരാൾ അഭിനവ് വന്നേ. ചക്രാസനത്തിന്റെ നമ്മൾ ചെയ്താനുള്ള ഇത് വായിക്കുക. അത് ചെയ്താൽ നമുക്ക് എന്തൊക്കെ നേട്ടം കിട്ടും എന്നുള്ളത് വായിക്കുക. ഉറക്കെ വരും. വഴക്കം. നട്ടെല്ലിന് നല്ല വഴക്കം നൽകുകയും പുറം വേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
ശാരീരിക ശക്തി, കൈകൾ, കാലുകൾ, വയർ, തോളുകൾ എന്നിവയ്ക്ക് ബലം നൽകുന്നു. രക്തയോട്ടം, ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. മാനസിക ആരോഗ്യം കുറിച്ച് പറയുകയാണെങ്കിൽ സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഉയരം കൂടാൻ ശരീരത്തിന് നല്ല സ്ട്രെച്ച് നൽകുക. ചുമ്മല്ല നിങ്ങൾ 6 തിരഞ്ഞെടുത്തത്. ഓ, വളരുന്ന പ്രായമല്ലേ, ഇത് പൊക്കമൊക്കെ വേണമെന്ന് തോന്നിയല്ലേ? ഓക്കെ, ആർക്കൊക്കെ ചെയ്തുകൂടാ നോക്കാം. BP ഉള്ളവര്, ഹൈ BP ഉള്ളവർ ചെയ്യാൻ പാടില്ല. ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. കഴുത്ത് വേദന എന്നുള്ളവരും ചെയ്യാൻ പാടില്ല. അഥവാ അവർക്ക് ചെറിയ വേദന ഉണ്ടെങ്കിൽ ഒരു യോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചക്രാസന ഇഷ്ടപ്പെട്ടില്ലേ? ഈ ചക്രാസന കാണുമ്പോൾ നിങ്ങൾക്ക് അത് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവൂലേ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും, ഇന്നൊരു ആസനം ഉണ്ട്. നമുക്കിപ്പോ പെട്ടെന്ന് പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കണം എന്നാണ് നമ്മൾ ചെറുതിലേ അങ്ങനെ പഠിച്ചിരുന്നു. മുമ്പ് പോയിരുന്നോ? ഇനി മുതൽ നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവണം, ഇന്ന ആസനത്തിൽ ചെയ്താൽ നമുക്കത് കുറയും എന്ന് ചിന്തിക്കൂലേ? അപ്പം നമ്മൾ പുറമെ നമ്മളെ ശരീരത്തിന് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണം, നമ്മളെ എന്ത് അസുഖത്തിന് സോൾവ് ചെയ്യാൻ നമ്മൾ ബോഡിക്ക് ബേസിക് ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് മരുന്നുകളൊക്കെ കഴിച്ച് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ നമ്മളെ ബോഡീനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്വയം അതിന്റെ കഴിവ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. ചില സന്ദർഭങ്ങളിൽ മാത്രം അതിന് ചെറിയ സപ്പോർട്ട് വേണ്ട സപ്ലിമെന്റുകളോ ഗുളികകളോ, അതും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കണം. എപ്പോഴും ഗുളിക കഴിക്കേണ്ട. നമ്മൾ യോഗയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ശക്തിമാനായിട്ടിരിക്കും, ഇല്ലേ? ശക്തി ഉണ്ടോ? ഒന്ന് നോക്കിയേ, ശക്തിയാൻ എന്ന് പറഞ്ഞേ. ഇല്ലേ ശക്തി? ഹായ് പറഞ്ഞേ. മെന്റലിസം എന്ന് പറഞ്ഞേ. യോഗ മെന്റലിസം എന്ന് പറഞ്ഞേ. ഇന്ന് നമ്മൾ യോഗ മെന്റലിസത്തിലൂടെ പരിചയപ്പെട്ട ആസനം ഏതാണ്? ഉറക്കെ പറഞ്ഞേ. ഗുഡ്. ഇഷ്ടപ്പെട്ടോ? എന്നാ ഒരു ക്ലാപ്പ് ചെയ്യുന്നേ. താങ്ക് യു.